ഹായ് മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, ഇത് പഠിച്ചില്ലെങ്കിൽ എല്ലാം തെറ്റുമെന്ന്. നേക്കോസെ കാക്കയ്ക്ക് മേമ്പർക്കിലി വിഭക്തി പ്രത്യയങ്ങളും അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പറയുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത് പഠിച്ചില്ലെങ്കിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നാണ്. അതായത് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കിയാൽ, സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാതെ യാതൊരു നിർവാഹവുമില്ല. എന്താണത്? സർവനാമം എന്ന് പറയും. എന്താ സർവനാമം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ നമ്മൾ പ്രോനൗൺ എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ സർവനാമം എന്ന് പറയും. ഓക്കെ, എന്താണ് പ്രോനൗൺ? എന്താണ്? നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പേരിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. നൗണിന് പകരമായി ഉപയോഗിക്കുന്ന പേരുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് ഉപയോഗിക്കുന്നത്. എന്തിനാണ് നൗണിന് പകരമായിട്ട് പ്രോനൗൺ ഉപയോഗിക്കുന്നത്? രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ, അത് ജീവനുള്ളവയാട്ടെ ജീവനില്ലാത്തവയുടെ, അവയുടെ ഒറിജിനൽ പേരുകൾ ആവർത്തിച്ച് ഇങ്ങനെ സംസാരിക്കുകയോ എഴുതുകയോ പറയുകയോ ചെയ്യുന്നത് വല്ലാത്തൊരു ബോറിംഗ് ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരിക്കൽ നൗണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നൗണ് ഉപയോഗിക്കുന്നതിന് പകരം പ്രോനൗൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോനൗൺ എത്ര തവണ ആവർത്തിച്ചാലും അത് ബോറാവില്ല. ഒന്ന് അതിനു വേണ്ടി. രണ്ട്, ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ പേര് നിങ്ങൾക്കറിയില്ല, പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പേരറിയാത്ത വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെ പേരിന് പകരം നമ്മൾ കോമൺ ആയ പ്രോനൗൺ വെച്ചിട്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത്, അഥവാ പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായും ഉപയോഗിക്കുന്ന ഉപപേരുകളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഈ പേരിൽ ഒരു സാധനവും ഭൂമിയിലില്ല. ഓക്കെ, അതായത് ഒന്നാമത്തെ ഉദാഹരണം പറയാം. മക്കളെ, എൻ്റെ പേര് ബാബു സാർ. ഞാൻ നിങ്ങളോട് വന്നിട്ട് ക്ലാസ്സിൽ വന്ന് പറയാണ്, മക്കളെ എൻ്റെ പേര് ബാബു സാർ എന്നാണ്. ബാബു സാർ പഠിപ്പിക്കുന്നത് ഹിന്ദിയാണ്. ബാബു സാർ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. ബാബു സാർ ഗ്രാമർ ക്ലാസ്സാണ് എടുക്കുന്നത്. ബാബു സാർ പറയുന്നതിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാബു സാർ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഹിന്ദിയിൽ ഗംഭീരമായിട്ട് പഠിക്കാനും ഹിന്ദിയിൽ ഗംഭീരമായിട്ട് എഴുതാനും പറ്റും. ബാബു സാർ നൽകുന്ന ഗ്യാരണ്ടിയാണത്. ബാബു സാറെ നിങ്ങൾ ഫോളോ. ഇങ്ങനെ കുറേ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് വേറൊരു ആൾ വന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞ പീരീഡ് എന്തായിരുന്നു? ഹിന്ദിയായിരുന്നു. ആരായിരുന്നു ക്ലാസ് എടുത്തത്? ബാബു സാറായിരുന്നു. പുള്ളി എന്താ എടുത്തത്? പുള്ളി വന്നിട്ട് ബാബു സാർ എന്ന് കുറേ പറഞ്ഞ് എനിക്ക് തലവേദനയായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ക്ലാസ്. എന്തൊക്കെയോ പുള്ളി പറഞ്ഞിട്ടുണ്ട്. കുറേ ബാബു സാർ, ഞാൻ 10-50 പ്രാവശ്യം ബാബു സാർ എണ്ണിയിട്ടുണ്ട്. എൻ്റെ പേര് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബോറായി മാറുന്നു. ബാക്കിയുള്ള വരികളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ പേരും ഇങ്ങനെ ആവർത്തിച്ചാൽ മറ്റുള്ളവർക്കും അസ്വസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പ്രശ്നം പരിഹരിക്കും? എൻ്റെ പേരാവുന്ന ബാബു എന്നതിന് നൗണിന് പകരം ഞാനൊരു പ്രോനൗൺ വെച്ചിട്ട് പ്രോനൗൺ എത്ര തവണ ആവർത്തിച്ചാലും അത് ബോറാവില്ല. ഫോർ എക്സാമ്പിൾ നോക്കും മക്കളെ, എൻ്റെ പേര് ബാബു സാർ എന്നാണ്. ഞാൻ നൗണിന് പകരം പ്രോനൗൺ വെക്കാൻ പോവുക. ഞാൻ എന്ന് പറയുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ബാബു എന്നതിന് പകരം ഞാൻ എന്ന് വെക്കുന്നു. അപ്പോൾ മക്കളെ, എൻ്റെ പേര് ബാബു സാർ എന്നാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഹിന്ദിയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്നത് ബേസിക് ഗ്രാമറാണ്. ഞാൻ പറയുന്നതിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഗംഭീരമായിട്ട് വാക്ക് തരുന്നു, നിങ്ങൾ ഗംഭീരമായിട്ട് ഹിന്ദി സംസാരിക്കാൻ കഴിയും എന്നിങ്ങനെ ഞാൻ എത്ര തവണ ഞാൻ ആവർത്തിച്ചാലും നിങ്ങൾ വേറെ ആൾ വന്നിട്ട്, എന്തായിരുന്നു കഴിഞ്ഞ പീരീഡ്? ഹിന്ദിയായിരുന്നു. ആരാണ് എടുത്തത്? ബാബു സാറാണ്. എന്താണ് പുള്ളി എടുത്തത്? ബേസിക്കായ കുറേ കാര്യങ്ങളാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ എപ്പോഴും ഞാനെന്ന് ആവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഞാനെ നിങ്ങൾ എണ്ണുന്നില്ല. അപ്പോൾ ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രോനൗൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്നുള്ളത് എൻ്റെ പേരിന് പകരം ഞാൻ വെച്ചാൽ, ഇത് ഞാൻ എന്ന വാക്ക് നിങ്ങളുടെ പേരിന് വരെ നിങ്ങൾക്കും വെക്കാം. ഇനി അപ്പോൾ ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഇനി പേരറിയാത്തവയുടെ പേരിന് പകരമായി ഉപയോഗിക്കാൻ നമുക്ക് സർവനാമം. ഉദാഹരണത്തിന്, ഒരാൾ അതിലേ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന ആളിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അയാളോട് ഇവിടെ വരാൻ പറയൂ, അയാളെ വിളിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അയാൾ നടന്നു പോകുമ്പോൾ ഹലോ അയാളെ എന്ന് നിങ്ങൾ വിളിക്കുകയോ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഇവിടെ വരാൻ പറയൂ, ഹലോ അദ്ദേഹമേ എന്ന് നിങ്ങൾ വിളിക്കുകയോ? ഇല്ല. നിങ്ങൾ എന്താ വിളിക്കുക? ഞാൻ അയാളോട് ഇവിടെ വരാൻ പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറയുന്നു. കാരണം എന്താ അറിയോ? അയാളുടെ പേര് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പം ഞാൻ അയാൾ എന്ന് പറഞ്ഞു, അവൻ എന്ന് പറഞ്ഞു, അതെന്ന് പറഞ്ഞു, ഇതെന്ന് പറഞ്ഞു. അതിനൊക്കെ ഒരു ഒറിജിനൽ പേരുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പേരറിയുന്നവയുടെ പേരിൻ്റെ ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയെക്കുറിച്ച് ഒരു പേര് വെച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കോമൺ നെയിമുകളെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. മക്കളെ, മനസ്സിലായോ? അതായത് നോക്കൂ, ഇതിങ്ങനെയാണത്. ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും സർവനാമങ്ങൾ
15 എണ്ണമാണുള്ളത്. ഈ 15 എണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദിയിൽ വലിയൊരു സംഭവമായി മാറും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾ നേക്കോസെ, കാക്കേക്ക്, മേപ്പർക്കേലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. അതുപോലെ തന്നെയാണ് സംസാരത്തിനും അതുപോലെ തന്നെ എഴുത്തിനും വാക്യമുണ്ടാക്കുന്നതിനും തടസ്സമായി മാറുന്നത്. പ്രോനൗണുകൾ 15 എണ്ണം പഠിച്ചാൽ നിങ്ങളുടെ വളരെ ലളിതമായി നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി കുറേ കൂടി സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അത് ഏതൊക്കെയാണ് 15 സർവനാമങ്ങൾ? 15 സർവനാമങ്ങളാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത് അല്ലേ? ഇത്രയും കാര്യങ്ങളുള്ളൂ. പക്ഷേ അത് നമുക്കൊന്ന് ചെറുതായി പഠിക്കും. നോക്ക്, ഒന്നാമത് മേം എന്നാണ്. ഒന്നാമത്തെ എന്താണ്? മേം. 2 വരയും കുത്തുമാണ് മേം എന്നുള്ളത്. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിഭക്തി പ്രത്യയങ്ങൾ ഞാനൊരു മേം പറഞ്ഞിരുന്നു. അത് 1 വരയും കുത്തുമാണ്. ഇതിൻ്റെ അർത്ഥം ഇൽ എന്നായിരുന്നു. ഇൽ എന്ന്. ജബ് മേം, പോക്കറ്റിൽ, സിർ മേം, തലയിൽ 1 വരയും കുത്തുമായിരുന്നു. അത് വിഭക്തി പ്രത്യയമാണ്. ഇത് നോക്ക് മക്കളെ, സർവനാമമാണ്. 2 വരയും കുത്തുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്. മേം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. തൂ എന്ന വാക്കിൻ്റെ അർത്ഥം നീ എന്നാണ്. തും എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ എന്നാണ്. ഹം എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെന്നും നമ്മളെന്നും നാം എന്നും അർത്ഥമുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ് അർത്ഥം. അപ്പം മേം എന്താണ്? ഞാൻ. തൂ നീ, തും നിങ്ങൾ, ഹം ഞങ്ങൾ, നമ്മൾ, നാം, ആപ്പ് താങ്കൾ റെസ്പെക്റ്റ് ആയിട്ട് പറയുന്ന വാക്കാണ്. പിന്നെ നമുക്ക് വരുന്നത് നോക്ക്, വഹാണ്. വഹ് എന്ന് പറയാറില്ല, വ എന്നാ പറയാ ശരിക്കും അല്ലേ? അവസാനത്തെ അക്ഷരം പൂർണ്ണമായി ഉച്ചരിക്കില്ലല്ലേ ഹിന്ദി വാക്കിൽ 2 അക്ഷരമാണെങ്കിൽ ശരി. അപ്പം നമ്മൾ വഹ് എന്നൊക്കെ പറയുന്നതിന് പകരം വ എന്നാണ് പറയാ അല്ലേ? വ. അവൻ, അവൾ, അത്, ആ. വഹ്, അവൻ, അവൾ, അത്, ആ. യഹോ, ഇവൻ, ഇവൾ, ഇത്, ഈ. വഹ്, അവൻ, അവൾ, അത്, ആ. യഹ്, ഇവൻ, ഇവൾ, ഇത്, ഈ. ഇനി വേ എന്ന് പറഞ്ഞാൽ അത് അവർ എന്നും, അതായത് ഈ വഹിന്റെ പ്ലൂരലായി വരും. ഇത് വഹ്, അവൻ, അവർ, അദ്ദേഹം. യഹിന്റെ പ്ലൂരലായി വരും. ഇവർ, ഇദ്ദേഹം. കോൻ, ആര്, ഏത്. അപ്പൊ എന്താണ്? വഹ്, അവൻ, അവൾ, അത്, ആ. യഹ്, ഇവൻ, ഇവൾ, ഇത്, ഈ. വേ, അവർ, അദ്ദേഹം. ഇവർ, ഇദ്ദേഹം. കോൻ, ആര്, ഏത്. പിന്നീട് നമുക്ക് വരുന്നത് കോയി. കോയി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കോഴിയല്ല, അതിന് നമ്മൾ വീട്ടിലുള്ള കോഴിയാണ്. അതിന് നമ്മൾ മുർഗി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇവിടെ കോയി എന്ന് പറഞ്ഞാൽ ആരോ ഏതോ. കോയി ആയ എന്ന് പറഞ്ഞാൽ ആരോ വന്നു എന്നാ. ഓക്കെ. ജോ എന്ന വാക്കിൻ്റെ അർത്ഥം ഏതൊരു, ഏതൊന്ന് എന്നാ. സോ എന്ന വാക്കിൻ്റെ അർത്ഥം യാതൊരു, യാതൊന്ന് എന്നാ. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചാണ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ കോയി എന്ന് പറഞ്ഞാൽ ആരോ ഏതോ. ജോ ഏതൊരു, ഏതൊന്ന്. എന്താ മക്കളെ ഏതൊരു, ഏതൊന്ന്? ഒരു സെന്റൻസിൽ നമ്മൾ ജോ വെച്ചാൽ ആ സെന്റൻസ് തീരുന്നതിന് മുമ്പ് തൊട്ട് താഴെയുള്ള സോ നമ്മൾ വെക്കും. എന്താ ഏതൊന്ന്, അതൊന്ന്? അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അയാൾ ഓഫീസിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്ന് താഴോട്ട് പോയി. അപ്പം നമ്മളെന്താ മലയാളത്തിൽ പറയാം? ആരാണോ ഓഫീസിലേക്ക് പോയത് അയാൾ താഴോട്ട് പോയി. ആരാണോ ഓഫീസിലേക്ക് പോയത് അയാൾ താഴോട്ട് പോയി. അല്ലാതെ നമ്മളിങ്ങനെ പറയുമോ? ആരാണോ ഓഫീസിലേക്ക് പോയത് ആ ആരാണോ താഴോട്ട് തന്നെ പോയി എന്ന് പറയുമോ? ഇല്ലല്ലോ. അതുപോലെ ജോ ഊപ്പർ ഗയ, അതാണ് നമ്മൾ പറയുന്നത്. ജോ ഊപ്പർ ഗയ, ആര് ഏതൊരുവനാണോ, ഏതൊരുത്തിയാണോ, ഏതൊന്നാണോ മുകളിലോട്ട് പോയത്. സോ യാതൊരുവൻ, യാതൊന്ന്, അത് തന്നെ താഴോട്ട് പോയി. അപ്പോൾ ജോ ഊപ്പർ ഗയ, സോ നീച്ചെ ഗയ. ആപ്പ് ജോ കഹാ, നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞു? സോ മേ ഭൂൽ ഗയ, അത് ഞാൻ എന്നോട് മറന്നുപോയി. ആപ്പ് ജോ ദിയ, നിങ്ങൾ എന്ത് തന്നോ? സോ ഗിർ ഗയ, അത് വീണുപോയി എന്ന് പറയാനാണ് ഉപയോഗിക്കുക. പിന്നെ കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്. കുച്ച് പാനി ചാഹിയെ, കുറച്ച് വെള്ളം വേണം. കുച്ച് ഖാന ചാഹിയെ, കുറച്ച് ഭക്ഷണം വേണം. കുച്ച് സമയം രുക്കോ, കുറച്ച് സമയം നിൽക്ക് എന്നൊക്കെ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാ. വൈ ക്യാ ഹേ, അതെന്താണ്. ഏ ക്യാ ഹേ, ഇതെന്താണ്. തുമാര നാം ക്യാ ഹേ, നിന്റെ പേരെന്താണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് മക്കളെ 15 സർവനാമങ്ങൾ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സുന്ദരമായി നിങ്ങൾക്ക് ഹിന്ദിയിൽ കോൺവെൻസേഷൻ ഉണ്ടാക്കുവാൻ, സെന്റൻസ് ഉണ്ടാക്കാൻ, വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ, വിഭക്തി പ്രത്യയവും സെന്റൻസ് ഉണ്ടാക്കാനും, കോൺവെൻസേഷൻ വാർത്താലാപം ഉണ്ടാക്കാനും, പടുക്കഥ ഉണ്ടാക്കാനും, ഹിന്ദി സംസാരിക്കാനും ഈ 15 പേരുകൾ ലോകത്തുള്ള ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളുടെയും ജീവനുള്ളവയുടെയും കോടാനുകോടി ജൈവ ജന്തു സസ്യസാധനങ്ങളുടെയും എല്ലാത്തിൻ്റെ പേര് നമുക്ക് ഈ ചെറിയ തലയിൽ കൊള്ളുമോ? കുറേ എണ്ണത്തിൻ്റെ പേരറിയാം. അത് ആവർത്തിക്കുന്ന ഒഴിവാക്കാൻ ഇത് വെച്ചാൽ മതി. ബാക്കിയുള്ളതിൻ്റെ പേരറിയില്ലെങ്കിൽ ഇത് വെച്ചു കൊടുത്താൽ മതി. ഇതാണ് സർവ്വനാമങ്ങൾ. ഇത് വലിയ സംഭവങ്ങളാണ്. നിങ്ങൾക്കിത് കൃത്യമായി കാണാതെ വാക്കിൻ്റെ അർത്ഥം പഠിച്ചാൽ ഹിന്ദി സംസാരിക്കാനും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനും വേണ്ടി കോൺവെർസേഷൻ ഉണ്ടാക്കാനും വല്ലാതെ ഹെൽപ്പ് ചെയ്യും മക്കളെ. വളരെ പ്രധാനപ്പെട്ടാണിത്. അപ്പം നമ്മൾ നോക്കേണ്ടത് 15 സർവ്വനാമങ്ങളിൽ ഏതൊക്കെ? മേം, ഞാൻ, തൂ, നീ, തും, നിങ്ങൾ, ഹം, ഞങ്ങൾ, നമ്മൾ, നാം, ആപ്പ്, താങ്കൾ. പിന്നെയോ വഹ്. വഹ് എന്താണ്?
അവൻ അവൾ അത് ഹ യഹ് ഇവൻ ഇവൾ ഇത് ഈ വേ അവർ അദ്ദേഹം ഏ ഇവർ ഇദ്ദേഹം കോൻ ആര് ഏത് കൊയ് ആരോ ഏതോ ജോ ഏതൊരു ഏതൊന്ന് സോ യാതൊരു യാതൊന്ന് കൂച്ചു കുറച്ച് ക്യാ എന്ത് ഇത്രയും കാര്യങ്ങൾ വളരെ ഗംഭീരമായതായി 15 എണ്ണം നിങ്ങൾ സെറ്റാക്കി ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സ്വന്തമായി ഹിന്ദി സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഒരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.